ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഉദയ്പൂരിലേക്കൊരു ചെറിയ ട്രിപ്പ് വന്നിട്ടാണുള്ളത്. നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ്. ഉച്ചയാകുമ്പോഴത്തേക്കായിരുന്നു നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവിടുത്തെ ഫേമസ് താളി കഴിക്കാനാണ് പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ താളി. ഗുജറാത്തി താളിയാണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും ഫുഡ്. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണോ, പപ്പടം വേണോ, ചപ്പാത്തി വേണോ, കറി വേണോ എന്ന്. വളരെ അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള കർണിമാത റോപ്പ് വേയിലേക്കാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ കുറേ ലേക്സ് ഉണ്ട്. ഈ ഉദയ്പൂരെ അറിയുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നാണല്ലോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഈ ലേക്കിൻ്റെ അരികിലായിട്ട് ഇതുപോലൊരു ചെറിയ ഹിസ്റ്റോറിക്കൽ ടച്ചുള്ളൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓട്ടോ ലേക്കിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടാണ് വ്യൂ പോയിൻ്റ് അടുത്തേക്ക് പോണത്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളുടെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 62ാമത്തെ ടിക്കറ്റായിരുന്നു ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടേൺ വന്നു. യെല്ലോ കളർ ക്യാബിനായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻറ്റയർ സിറ്റി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അതുകൂടാതെ ആ ലേക്ക് കൂടി വന്നപ്പോൾ ആ വ്യൂ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായി. കുറച്ചല്ല, ഒരുപാടധികം ബ്യൂട്ടിഫുള്ളായി. പിന്നെ മലയും ഉണ്ടായിരുന്നു അവിടെ. നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പറഞ്ഞാലും മതിയാവില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. സിറ്റി, മല, ലേക്ക് അടിപൊളിയായിരുന്നു. കൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോപ്പ് വേയിൽ പോണത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിൽ റോപ്പ് വേയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, കർണിമാത ടെമ്പിൾ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റ്സിൽ പോയതിന് ശേഷമുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു വ്യൂ കിട്ടും. സിറ്റി, പിന്നെ ലേക്ക്, മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ആ റോപ്പ് വേനെ ആ ടെമ്പിളിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതും, കർണിമാത റോപ്പ് വേ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല വ്യൂ ആയിരുന്നു, അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. കുറേ സമയം നമ്മളതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേ ഇരുന്നു. നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമുക്ക് എന്ത് ഭംഗിയാണ്, ലേക്കും മലകളും പിന്നെ കുറേ ട്രീസും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് സിറ്റി മൊത്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് അമ്പലത്തിലും പോയെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനിയും കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.